നാളെ പുതിയൊരു അധ്യയന വർഷം തുടങ്ങുകയാണ്. പുതിയ കുട്ടികളും പുതിയ പഠനാന്തരീക്ഷങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. അതേപോലെ തന്നെ പുതിയ പഠന രീതികളും പുതിയ പുസ്തകങ്ങളും പുതിയ കൂട്ടുകാരും പുതിയ സ്കൂളിൻ്റെ അന്തരീക്ഷവുമായി നമ്മുടെ മുമ്പിലെത്തുന്ന പുതിയ കുട്ടികളും. ഇന്നത്തെ വിദ്യാർത്ഥികളുടെ അവസ്ഥ നമ്മളെല്ലാവർക്കും അറിയാം. അധ്യാപകരായ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു നല്ല അധ്യാപകരാവാൻ വിഷയത്തിൽ മാത്രം ഒരുപാട് ഡിഗ്രികൾ നേടിയതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടോ നമ്മളൊരു നല്ല അധ്യാപകരാവുന്നില്ല. കുട്ടികളുടെ മനസ്സറിയാനും അവരുടെ ഉയർച്ച താഴ്ചകളെ കണ്ട് അവരുടെ തെറ്റുകൾ നമ്മൾ യഥാസമയത്ത് തിരുത്തുമ്പോഴുമാണ് നല്ലൊരു അധ്യാപകരാവുന്നത്. നല്ല അധ്യാപകൻ എന്ന് പറയുമ്പോൾ ആസ് എ മെൻറ്റർ, ആസ് എ ഫ്രണ്ട്, ആസ് എ മദർ, ആസ് എ ഫാദർ എന്ന് ഞാൻ പറയും. എൻ്റെ പേര് ഗോപിക, സൈക്കോളജിസ്റ്റ് കൺസൾട്ടൻ്റാണ്. അപ്പോൾ നല്ല ഒരു അധ്യാപകരാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, കുട്ടികളിലെ കുറച്ച് മാറ്റി നിർത്തപ്പെട്ട കുട്ടികളുണ്ട് എല്ലാ ക്ലാസ്സുകളിലും. മിക്ക അധ്യാപകരും പറയും എല്ലാവരും എനിക്ക് ഒരുപോലെയാണെന്ന്. പക്ഷേ ഇന്നും ഇത്രയും പുരോഗമിച്ചിട്ടും കരിക്കുലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടും കുറച്ച് കുട്ടികളെ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നു. കാരണം ക്ലാസ്സിൽ അനുസരണയില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് വളരെ അരഗൻ്റായി പെരുമാറുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, കൃത്യസമയത്ത് വരുന്നില്ല എന്നൊക്കെയാണ്. അതിനൊക്കെ ഉള്ള റെമഡിയൽ മെഷേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും പ്രാവർത്തികമാക്കാനുള്ള അവസരങ്ങൾ മിക്കപ്പോഴും മിക്ക അധ്യാപകർക്കും കിട്ടാറില്ല. കാരണം പഠിപ്പിക്കേണ്ട വിഷയങ്ങളുടെ ബാഹുല്യം കൊണ്ട് തന്നെ. എന്നിരുന്നാലും നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ ജോലി വളരെ എൻജോയബിളായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, അത്തരത്തിലുള്ള കുട്ടികൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അവരെ ഒന്ന് അടുത്ത് വരുത്തി അവരെ ഒന്ന് പുറത്ത് തലോടി അവരുടെ വിഷമങ്ങൾ അറിയാൻ കഴിയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നല്ലൊരു അധ്യാപകന് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അധ്യാപികയാവാൻ എല്ലാവർക്കും കഴിയട്ടെ. അവരുടെ കൈവേളയിൽ തൊടുമ്പോൾ, അവർക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ കണ്ടെത്താൻ ഒരു നല്ല അധ്യാപകന് സാധിക്കണം. അതായിരിക്കണം ഒരു നല്ല അധ്യാപന വൃത്തി കൊണ്ട് നമ്മൾ നേടേണ്ടത്. വെറും വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിലല്ലല്ലോ ഒരു അധ്യാപകൻ്റെ കഴിവ് കാണുന്നത്. ഏറ്റവും പുറകുവശത്തിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ ഡള്ളായിരിക്കുന്ന, വളരെ ദേഷ്യപ്പെടുന്ന, ക്ലാസ്സിൽ കൃത്യസമയത്ത് വരാത്ത ഒരു കുട്ടിയുടെ വിവരങ്ങൾ നമ്മൾ തനിയെ ചോദിച്ചറിയുമ്പോൾ അവർക്ക് നമ്മളോടുണ്ടാകുന്ന റെസ്പെക്റ്റ് അധ്യാപകനേക്കാൾ, ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുന്നതിനേക്കാൾ സ്നേഹത്തോടെയുള്ള ഒരു റെസ്പെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് എന്നും സ്നേഹമുള്ള ഒരു മുഖമായി അവരുടെ മനസ്സിൽ കാണണമെങ്കിൽ, നമ്മളോടെല്ലാം തുറന്നു പറയണമെങ്കിൽ, അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരെ നല്ലതും ചീത്തയും വേർതിരിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് കുറച്ചു നേരം അവരോടൊപ്പം ഇരുന്നു കൊണ്ട് അവരുടെ വിഷമങ്ങൾ നമ്മുടെയും വിഷമങ്ങളായി മാറും പോലെ പെരുമാറിക്കൊണ്ട് കഴിയട്ടെ. ഒരു പുഞ്ചിരി ആവട്ടെ അവരുടെ മുമ്പിൽ എല്ലാ അധ്യാപകരും.